ഓം ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയമുള്ള പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ 26-ാമത്തെ ശ്ലോകമാണ്. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്നവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്നവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേക ഒന്നിനാലേ. എല്ലാ ജീവികളിലും ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പല ഗുരു പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് മനസ്സിലാക്കാത്തത്? ഞാനെന്നും നീയെന്നും വീണ്ടും വീണ്ടും പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഗുരു ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ 26-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ശരീരത്തിലെ നിരവധി അവയവങ്ങൾ ഒത്തുചേർന്ന് സ്വയമേ പ്രവർത്തിക്കുമ്പോൾ അതൊരു ഓർഗാനിസമായി തീരുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറെ അവയവങ്ങളുണ്ട്. ഇവയൊന്നും അതിൻ്റെതായ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, കൈ ഉയരണമെങ്കിൽ, കാല് ഉപയോഗിച്ച് നടക്കണമെങ്കിൽ അത് അതിൻ്റെതായ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കുന്നത്. ഓരോ അവയവത്തെയും പ്രവർത്തിപ്പിക്കുന്നത്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അവയവിയാണ്. അതായത് ഞാൻ എന്ന് പറയുന്ന ജീവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ജീവനാണ്, അല്ലെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഓർഗനൈസറാണ്. അപ്പോൾ ജീവൻ ഇവിടെ ഒരാണിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ അവയവങ്ങളെയും ജീവൻ നിയന്ത്രിക്കുന്നു. ജീവൻ പോയി കഴിഞ്ഞാൽ എല്ലാം നിശ്ചലമാകും. ശരീരത്തിലെ ഒരു അവയവവും പിന്നെ പ്രവർത്തിക്കില്ല. എന്നാൽ ശരീരത്തിലെ ഈ ജീവൻ ശാരീരിക താദാത്മ്യത്താൽ വ്യാമോഹിതനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൻ്റെ ശരീരമാണ് തൻ്റെ സത്ത എന്ന് ജീവൻ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആത്മാവിനെ ആവി എന്നാണ് ഗുരു പഠിപ്പിച്ചു തരുന്നത്. ആവി എന്നാൽ ആത്മാവ്. ഈ കൃതിയുടെ 1-ാമത്തെ ശ്ലോകം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഉരുവിലുമൊത്തു പുറത്തു മുജ്ജ്വലിക്കും കരു എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കരുവും ഇവിടെ പറയുന്ന ആത്മാവും അല്ലെങ്കിൽ ആവിയും
ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കരുവും ആവിയും ഒന്ന് തന്നെയാണ്. അതായത് ആവി എന്നും കരുവെന്നും പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെയാണെന്ന് അർത്ഥം. എന്നാൽ ഈ ആത്മാവിനെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് അവശത എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത് നമ്മുടെ അവശതയാണ്. ആത്മാവിനെ അറിയുവാൻ, ആത്മാവിൻ്റെ മഹിമയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് വിവേകം വേണം, തിരിച്ചറിവ് വേണം. നമ്മുടെ ജീവിതത്തിലെ കെട്ടുപാടുകളാണ് വിവേക ചിന്ത ഇല്ലാതെയാക്കുന്നത്. ഈ അവശത നമ്മിൽ നിന്ന് വിട്ടുപോകണം, അല്ലെങ്കിൽ കെട്ടുപാടുകൾ അഴിഞ്ഞു പോകണം. ആ ഒരവസ്ഥയിലെത്തുമ്പോൾ അവൻ വേറെ ഇവൻ വേറെ എന്ന ചിന്തയിൽ നിന്ന് നാം ഉണരും. ആ ഉണർവാണ് ആത്മസാക്ഷാത്കാരം. മനസ്സിലായോ? അങ്ങനെ അജ്ഞാന വിമുക്തമാകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അതിനെ മോക്ഷം എന്ന് പറയുന്നു. ഈ മോക്ഷമാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വഴി തുറന്നു തരുന്നത്. നമുക്ക് 26-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ആലപിക്കാം. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്നവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക, നല്ലതുപോലെ ആലപിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.